ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഡിബിഎം ഡിജിറ്റൽ ബിസിനസ് മൂവ്മെന്റ് എന്നുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഡിബിഎം എന്നും ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ബിസിനസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിരവധി ബിസിനസ് ഓപ്പർച്യൂണിറ്റികളാണ് ഇന്ന് മാർക്കറ്റിൽ ഉള്ളത്. ഏതാണ് നല്ലത്, ഏതാണ് അഴുക്ക് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണ്. എങ്കിൽ പോലും ഈ ഒരു പ്രൊജക്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ക്രിപ്റ്റോ കറൻസി മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രോഗ്രാമാണ് ഡിബിഎം അഥവാ ഡിജിറ്റൽ ബിസിനസ് മൂവ്മെന്റ് എന്നത്. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഡിബിഎം അവതരിപ്പിക്കുന്നത്. ഡിജിറ്റൽ ബിസിനസ് മൂവ്മെന്റ്. വാട്ട് ഡസ് ഡിബിഎം ഡു? ഡിബിഎം എന്താണ് ചെയ്യുന്നത്? ഡിബിഎം ഈസ് എ കമ്പനി സ്പെഷ്യലൈസിംഗ് ഇൻ ദി റെന്റൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹാർഡ്വെയർസ് ഫോർ ക്രിപ്റ്റോ കറൻസി മൈനിങ്. ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്താണ്? ഡിബിഎം മൈനിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. റെന്റൽ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹാർഡ്വെയർസ് ഫോർ ക്രിപ്റ്റോ കറൻസി മൈനിങ്. ആക്ടിവിറ്റീസിനു വേണ്ടി ഇവർ സെറ്റപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫാമുകൾ സെറ്റപ്പ് ചെയ്യുന്നു. ഫാമുകൾ ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് മെഷീൻസ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് എൻഡ് മൈനർ പോലുള്ള വലിയ വലിയ മെഷീൻസുകൾ ആഡ് ചെയ്ത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെഷീനുകൾ ഉപയോഗിച്ചാണ് ഇവിടെ മൈൻ നടത്തുന്നത്. അപ്പോൾ അത് വാങ്ങുകയും അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് അതിന്റെ മൈനിങ്ങിന്റെ ഒരു പോർഷൻ പ്രോഫിറ്റിൽ നമുക്ക് തരുകയും അവർ ഒരു ലാഭം എടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആണിത്. അപ്പോൾ വാട്ട് ഈസ് മൈനിങ്? Mining is the extraction of new coins and it is used to validate. ട്രാൻസാക്ഷൻ മൈനിങ് എന്ന് പറഞ്ഞാൽ പുതിയ കോയിനുകളെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാലിഡേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ആ പുതിയ ജനറേറ്റ് ആകുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ആകുന്ന അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ആകുന്ന കോയിനുകളെ യൂസ് ചെയ്യുന്നു. അതാണ് പിന്നീട് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. നമ്മൾ ഒരു മൈനിങ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യണമെങ്കിൽ എൻഡ് മൈനറൊക്കെ ആവശ്യമാണ്. ഇതിനൊക്കെ വലിയ കോസ്റ്റാണ്. നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അതിനുള്ള ഗ്രാഫിക് കാർഡ്സ്, മോണിറ്റർ, പവർ സപ്ലൈ, ഒത്തിരി കാര്യങ്ങൾ അതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റങ്ങൾ. അപ്പോൾ സാധാരണ ഒരാളെ കൊണ്ട് ഇത്തരം മൈനിങ് ഫാമുകൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വലിയ തുകയില്ലാതെ ചെറിയ ഒരു എമൗണ്ടിൽ പോലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നതാണ്. ഇപ്പോൾ എത്രമാത്രമാണ് ഇതിന്റെ എക്സ്ട്രാക്ഷൻ നടക്കുന്നത്? നമ്മുടെ എമൗണ്ടിന് അനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് എല്ലാ ദിവസവും തന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പല ലിമിറ്റേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. കാരണം ഹൈ എനർജി കോസ്റ്റ്. നമുക്ക് ഒന്നാമത് ഓൾറെഡി കറന്റ് ചാർജ് വളരെ കൂടുതലാണ് ഇന്ത്യയിൽ. പിന്നെ ഇതൂടെ മൈനിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടുതൽ നമുക്ക് ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ട് വരും. മെഷീൻ കൂളിംഗ് 24 ഹവർ ആവശ്യമാണ്. ഇതിങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മെഷീൻ എപ്പോഴും ചൂടാകും. അപ്പോൾ അതിനു കൂളിംഗ് സിസ്റ്റം വേണം. ഇതിന്റെ നമ്മൾ എത്ര നല്ല മെഷീൻ മേടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ മുടക്കിയ മുതലെങ്കിലും തിരിച്ച് 1.5-2 വർഷം ആകുമ്പോഴാണ് തിരിച്ചു കിട്ടുന്നത്. അത് കഴിഞ്ഞുള്ള സമയമാണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മൈനിങ് ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തോളം അവർ മുടക്കിയ മുതൽ മാത്രമായിരിക്കും തിരിച്ചു കിട്ടുന്നത്. പിന്നീടുള്ള 1-2 വർഷങ്ങൾ ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെയും ഒക്കെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് സാധാരണ ആളുകൾക്ക് മൈനിങ് പോസിബിൾ അല്ല. പിന്നെ മെയിന്റനൻസ്. ഇതിന്റെ മെയിന്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം റൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് ഡസ്റ്റ് ഒന്നും കയറാതെ അല്ലെങ്കിൽ പൊടിയൊന്നും പിടിക്കാതെ അതിനെ വളരെ കെയർ ആയിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് മാത്രമേ മൈനിങ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സ്കിൽ ഉണ്ടായിരിക്കണം. കാരണം ഇതിന്റെ വയറിന്റെ കണക്ഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അതിന് പ്രാപ്തരായെങ്കിൽ മാത്രമേ ഒരു മൈനിങ് സിസ്റ്റം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഡിബിഎം ഓഫേഴ്സ്. ഡിബിഎം നമുക്ക് വേണ്ടി കമ്പ്യൂട്ടിംഗ് പവർ നമുക്ക് റെന്റിൽ തരികയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മൈനിങ് എക്സ്ട്രാക്ഷൻ നടക്കുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ കോയിൻസ് അവർ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അതായത് 36 മാസത്തെ കോൺട്രാക്ട് ആണ്. ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇതിന്റെ ഓരോ ദിവസവും ഡെയിലി എക്സ്ട്രാക്ഷൻ ആണ്. മൈനിങ് മെഷീൻ ഓൾറെഡി റൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ റൺ ആകുന്നതനുസരിച്ച് നമുക്കുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ഡിബിഎം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ഫെസിലിറ്റീസ്.
ഒരു ഹാർഡ്വെയറിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റിയും മറ്റുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനു വേണ്ടി കൊമേഴ്ഷ്യൽ അഗ്രിമെന്റ് എടുത്ത് അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. DBM ഈസ് കോൺസ്റ്റന്റ്ലി എവോളം ബൈ അപ്ഗ്രേഡിംഗ് ഇറ്റ്സ് എക്യുപ്മെന്റ്സ് വിത്ത് ദി ബെസ്റ്റ് പെർഫോമിംഗ് വൺസ് ഓൺ ദി മാർക്കറ്റ്. ഓരോ സമയത്തും പുതിയ മെഷീനുകളാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് DBM അതിന്റെ അപ്ഗ്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കും. പുതിയ മെഷീൻ ഏതാണോ മാർക്കറ്റിൽ വരുന്നത് അത് അവർ പർച്ചേസ് ചെയ്യുകയും അതിലൂടെ കൂടുതൽ മൈനിംഗ് കപ്പാസിറ്റികൾ കൂട്ടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. കാസ്പ കോയിനും ബിറ്റ്കോയിന്റെയും ബൈനാൻസ് പൂളിലും F2 പൂളിലും ഡയറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഇവർ ലിങ്ക് നമുക്ക് തരുന്നുണ്ട്. അതിലൂടെ നമുക്കിത് വാച്ച് ചെയ്യാൻ പറ്റും. ഓരോ ദിവസം എത്രയാണ് ഇവർക്ക് മൈനിംഗ് അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ബൈനാൻസ് പൂളിലാണ് ബിറ്റിസിയും അതുപോലെ F2 പൂളിൽ ആണ് കാസ്പയും മൈൻ ചെയ്യുന്നത്. ബിറ്റ്കോയിൻ ദി ഡിജിറ്റൽ ഗോൾഡ്. നമുക്കെല്ലാവർക്കും അറിയാം ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഗോൾഡ് ആണ് എന്ന്. 2009 ഇത് സ്റ്റാർട്ട് ആയതിനുശേഷം ഇപ്പോഴത്തെ വില നമ്മൾ കാൽക്കുലേഷൻ ചെയ്താൽ മതി. എത്രയോ ഇരട്ടിയാണ് അതിന്റെ വില മാറിയത്. വാട്ട് ഈസ് ബിറ്റ്കോയിൻ? ബിറ്റ്കോയിൻ ഈസ് എ ക്രിപ്റ്റോ കറൻസി ആൻഡ് ഇന്റർനാഷണൽ കറൻസി പേയ്മെന്റ് സിസ്റ്റം ക്രിയേറ്റഡ് ഇൻ 2019. അതായത് ഒരു പേയ്മെന്റ് സിസ്റ്റത്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി. അത് ഇന്റർനാഷണൽ പേയ്മെന്റിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ആണ്. ഇത് എക്സ്പെൻഡബിൾ ആണ്, അതുപോലെ തന്നെ കൺവെർട്ടബിൾ ആണ്. ഏത് കറൻസിയുമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ കൺവെർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കൺവെർട്ടഡ് ഇൻടു ഫിയറ്റ് കറൻസി. നമുക്ക് ഓരോ രാജ്യത്തെയും ഫിയറ്റ് കറൻസികൾ ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാനും പറ്റും. അപ്രൂവൽ ഓഫ് ഫസ്റ്റ് ETF ഓൺ 10 ജനുവരി 2024. ETF എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. സ്പോട്ട് അപ്രൂവൽ ബിറ്റ്കോയിൻ സ്പോട്ട് ETF കുറിച്ചൊക്കെ നമ്മൾ ന്യൂസുകൾ കേട്ടതാണ്. അതിന്റെ ഫസ്റ്റ് അപ്രൂവൽ ലഭിച്ചിട്ടുള്ളതാണ്. ഇനി കാസ്പ. എന്തുകൊണ്ടാണ് കാസ്പ മൈനിങ്ങിലേക്ക് ആളുകൾ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? അതേസമയങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ബിറ്റ്കോയിനും എത്തേറിയം ഒക്കെയാണ് കൂടുതൽ മൈനിങ്ങിന് വേണ്ടി ആളുകൾ മെഷീൻ മേടിച്ച് മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ബിറ്റ്കോയിൻ മൈൻ ചെയ്യുക എന്നത് ഇപ്പോൾ കൂടുതൽ ഡിഫിക്കൽട്ടാണ്. കുറച്ചു മാത്രമേ മൈനിംഗ് ആയിട്ട് ഇനിയും കിട്ടാനുള്ളൂ. കാരണം അതിന് ലിമിറ്റേഷൻ ഉണ്ട്. 21 മില്യൺ ആണ് ബിറ്റ്കോയിന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. ഏകദേശം 19 മില്യണോളം ഓൾറെഡി മാർക്കറ്റിൽ മൈനിംഗ് ആയിക്കഴിഞ്ഞു. ഇനി ഒരു 2-2.5 മില്യൺ മാത്രമാണ് മാർക്കറ്റിലേക്ക് ഇനിയും വരാനുള്ളത്. അപ്പോ അതിന്റെ എക്സ്ട്രാക്ഷൻ നടക്കണമെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഇതിന്റെ വില കൂടിക്കൂടി വരുന്നത്. ഡിമാൻഡ് ഉണ്ട്, പക്ഷേ സപ്ലൈ വളരെ കുറവാണ്. അപ്പോ മെഷീൻ മൈൻ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പോലും വളരെ വിലക്കൂടിയ മെഷീൻസ് ഒക്കെ വെച്ചെന്ന് പറഞ്ഞാലും വളരെ കുറച്ച് മാത്രമാണ് അവർക്ക് എക്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഇത്തരം കമ്പനികളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൂടുതൽ ലാഭം അതിനകത്തുനിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഈ കാസ്പ എന്ന കോയിൻ ഒരു ഫ്യൂച്ചർ കറൻസി ആണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് സൊലാനായ കാർഡാനോ ഒക്കെ ഏത് വിലയിൽ കിടന്നതാണ് എന്ന്. 1-2 വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോ അതിന്റെ വില എന്താണെന്ന് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ എത്തേറിയം എന്ത് വിലയിൽ ഇരുന്നതാണ്. ബിറ്റ്കോയിൻ ഒക്കെ എന്ന് പറഞ്ഞാൽ 2009 മുതലുള്ളതാണ്. ടോപ്പിലുള്ള കറൻസികളെ മാത്രം നോക്കിയാൽ പോലും വലിയ ചേഞ്ചസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോ കാസ്പ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ഗോൾഡ് തന്നെയായി മാറാനാണ് ചാൻസ് ഉള്ളത്. ഇനി വാട്ട് ഈസ് കാസ്പ? കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും ടോപ്പിലുള്ള ക്രിപ്റ്റോ കറൻസി ഏതാണ് എന്ന്. ടോപ്പിലെ ബിറ്റ്കോയിൻ ആണ്. അതിനുശേഷം എത്തേറിയം. പല കറൻസികളും വരുന്നുമുണ്ട്. അപ്പോ ഈ കമ്പനി ഇതിനകത്ത് PDF-ൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആദ്യത്തെ 30-നുള്ളിലാണ് എന്നാണ്. 2000-ൽ പരം കോയിനുകളാണ് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 30-ാം സ്ഥാനത്തിനുള്ളിൽ തന്നെയാണ് കാസ്പ നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് വളരെ ചെറിയ എമൗണ്ട് കൊണ്ട് DBM എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഡൈ അപ്പ് ചെയ്ത് നമുക്ക് മൈനിങ്ങിലൂടെ കാസ്പ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ മൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ കമ്പനിയുടെ CEO സെർജിയോ ബോറ എന്ന വ്യക്തിയാണ്. അതിന്റെ ഫൗണ്ടർ ആണ് ഇദ്ദേഹം. പാർട്ണർഷിപ്പ് ഡാലി കാർണേജി ഇറ്റാലിയ എന്ന കമ്പനിയാണ്. ഇറ്റലിയിലുള്ള ഏറ്റവും നല്ല ഒരു കമ്പനിയാണ് ഡാലി കാർണേജ്. വലിയ കമ്പനികൾക്ക് വേണ്ടി ട്രെയിനിംഗ് കൊടുക്കുന്ന ഒരു ടീമാണ് ഡാലെ കാർണേജി എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ ഒക്കെ സെർച്ച് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും. അതിന്റെ CEO ആൻഡ് ഫൗണ്ടർ സെർജിയോ ബോറോ എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള വലിയൊരു ട്രെയിനിംഗ് കൊടുക്കുന്ന ഒരു കമ്പനിയുമായിട്ടാണ് ഇവരുടെ പാർട്ണർഷിപ്പ്. ഓൾറെഡി ഇപ്പോൾ ഉള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇത് ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് ക്രിപ്റ്റോ കറൻസി മൈനിംഗ് ഫാം. നെറ്റ്വർക്കിലേക്ക് വന്ന് കൂടുതൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയി മാറിയിരിക്കുകയാണ് DBM എന്നത്. അപ്പോ ഇത് വേൾഡിലെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഈ ക്രിപ്റ്റോ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്
കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ, കൂടുതൽ ബെനിഫിറ്റുകൾ നെറ്റ്വർക്കേഴ്സിനും അതുപോലെ തന്നെ ഇതിനെ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കൊക്കെ വരുമാനം ലഭിക്കുന്ന നല്ലൊരു പ്രൊജക്റ്റ് ആയി DBM ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റമർ ബെനിഫിറ്റ് എന്താണ് എന്ന് നോക്കാം. നമ്മൾ ഒരു കസ്റ്റമർ ആയിട്ട് മാത്രമാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു നെറ്റ്വർക്കർ അല്ല, ഒരു കസ്റ്റമർ മാത്രമാണ് എങ്കിൽ നമുക്ക് ഇവരുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മൈനിംഗ് ഫാം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, നമുക്ക് റെന്റൽ എടുത്താണ് ചെയ്യുന്നത് എന്ന്. നമ്മുടെ മെഷീൻ ഒക്കെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവർ മൈനിംഗ് ഫാമിൽ തന്നെ കംപ്ലീറ്റ് മെയിന്റനൻസ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ആ മെഷീന്റെ ഒരു പോർഷൻ നമുക്ക് റെന്റിൽ എടുക്കാം. റെന്റിൽ എടുക്കുന്ന റെന്റൽ ചാർജ് മാത്രം കൊടുക്കുക. അപ്പോ അതിന്റെ അക്കോർഡിംഗ്ലി അതിന്റെ എക്സ്ട്രക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ മൈനിംഗ് നടക്കുന്നത് അതിന്റേതായിട്ടുള്ള ഓരോ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് വിത്ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ വളരെ നല്ലൊരു പ്രോഫിറ്റാണ്. ഒരു ആവറേജ് പ്രോഫിറ്റ് പറയുകയാണെങ്കിൽ മന്ത്ലി 10% ആണ് ഇവിടെ കസ്റ്റമർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. എക്സാമ്പിൾ പറയാം, ഏകദേശം 1,00,000 രൂപയുടെ മെഷീന്റെ പോർഷൻ ആണ് ബൈ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ USD വാല്യൂ അനുസരിച്ചുള്ള ഒരു 10,000 രൂപ നമുക്ക് എല്ലാ മാസവും പ്രോഫിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. കിട്ടുന്നത് എത്രയാണ്? 36 മാസത്തെ കോൺട്രാക്ട് ആയിട്ടാണ് ഇവർ തരുന്നത്. നമുക്ക് 36 മാസത്തെ കോൺട്രാക്ട് ആണ്. അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഓൾ എക്സ്പെൻസ്. നമുക്ക് ഇതിനകത്ത് പിന്നെ ഒന്നും കാര്യവും ചിന്തിക്കേണ്ടതില്ല. കമ്പനിയാണ് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും മെയിന്റനൻസും അതിന്റെ സർവീസും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ 36 മാസത്തെ കോൺട്രാക്ട് ആവറേജ് നമുക്ക് 10% മന്ത്ലി നമുക്ക് ലഭിക്കുന്ന ഒരു സിസ്റ്റം ആണ് DBM എന്ന് പറയുന്നത്. നമുക്ക് ഒരു കസ്റ്റമർ ആയിട്ടല്ല, ഇതിലൊരു ബിസിനസ് മാൻ ആയിട്ടും വേണമെങ്കിൽ വരാം. അതായത് നമുക്ക് ഫ്രാഞ്ചൈസി ഇതിന്റെ എടുക്കാൻ പറ്റും. DBM എന്ന ബ്രാൻഡിൽ നമുക്ക് ഇതിന്റെ ഫ്രാഞ്ചൈസി എടുക്കാം. നമുക്ക് കൂടുതൽ ആളുകളെ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. അതിലൂടെ നമുക്കും ഒരു ബോണസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ബോണസിനെക്കുറിച്ച് എന്താണ്, ബിസിനസ് പ്ലാൻ അതിന്റെ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് അവയർനെസ് ആണ് ഞാൻ ഈ തരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഒരു സ്റ്റാർട്ടർ കിറ്റ് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ ബുക്ക് ചെയ്തതിനുശേഷം 40 ദിവസങ്ങൾക്ക് ശേഷമാണ് മൈനിംഗ് ആരംഭിക്കുന്നത്. നമ്മുടെ ബുക്കിംഗിന്റെ ഈ സിസ്റ്റം കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്യുന്നതിനുവേണ്ടി നമ്മൾ ഓർഡർ കൊടുത്തതിനുശേഷം 1.5 മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് വേണ്ടി ഈ സിസ്റ്റം മൈൻ ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ബ്രാൻഡിലൂടെ എടുക്കുന്ന മെഷീൻസുകൾക്ക് മാത്രമേ അവരുടെ വാറണ്ടി ഉള്ളൂ. ഇതൊരു ഡിജിറ്റൽ ഫോമിലുള്ള സിസ്റ്റം മാത്രമല്ല എന്നാണ് ഇവർ പറയുന്നത്. പല കമ്പനികളും നമ്മൾ കാണുന്നുണ്ട് ഒരു ആപ്ലിക്കേഷനിലൂടെ മാത്രം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഒരു ഫിസിക്കൽ ഓഫീസ് അതിനൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ DBM അങ്ങനെയല്ല. DBM വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസി ഫിസിക്കൽ ഓഫീസുകൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പല കൺട്രികളിലും ഫിസിക്കൽ ഓഫീസ് ഉണ്ട്. ഒരു കറക്ക് കമ്പനി ആണെങ്കിൽ അതിനൊരു ഫിസിക്കൽ ഓഫീസ് വെക്കാൻ ചാൻസസ് ഇല്ല. നമുക്ക് അതിന്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ പറ്റുന്ന ആളുകൾ എടുക്കുന്നത് എന്താണ്, ഇതിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഇതൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഫ്രാഞ്ചൈസി എടുക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ തന്നെ ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനിയും അതിനോട് ചേർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അപ്പോ ഇന്ത്യയിലും ഇതിന്റെ ഒരു ഓഫീസ് വരും, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഓഫീസുകൾ വരുമെന്നാണ് ഈ കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂം മീറ്റിംഗിൽ ഒക്കെ പറയുന്നത്. കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് ക്രിപ്റ്റോ കറൻസി ഫീൽഡിൽ ഉള്ളത്. അപ്പോ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ എല്ലാ ലീഗൽ ഫോർമാറ്റുകളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലും ഫിസിക്കൽ ഓഫീസുകൾ ഒന്നിൽ കൂടുതൽ വരാൻ ചാൻസസ് ആണ് വരുന്ന സമയങ്ങളിൽ കാണാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഓവറോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഡിജിറ്റൽ ബിസിനസ് മൂവ്മെന്റിൽ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഇതിനകത്ത് സൈൻ അപ്പ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഓൾറെഡി യൂട്യൂബിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ഒരു റെന്റ് അഗ്രിമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതു എന്നും അതുപോലെ തന്നെ ഏറ്റവും ചെറിയൊരു മെഷീൻ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ബൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അടുത്ത ഒരു വീഡിയോയിൽ ഇതിന്റെ കംപ്ലീറ്റ് ബിസിനസ് പ്ലാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. നെറ്റ്വർക്കിലൂടെ നല്ല രീതിയിൽ ഇതിനകത്തൂടെ ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും മന്ത്ലി 10% പ്രോഫിറ്റ് ആണ്. 36 മാസം, ഏകദേശം 10 മാസം കൊണ്ട് അവർ മുടക്കുന്ന പൈസയെങ്കിലും അവർക്ക് തിരിച്ചുവരും. പിന്നീട് കിട്ടുന്നതൊക്കെ പ്രോഫിറ്റ് ആണ്. അതായത് ആദ്യം 36 മാസം എന്ന് പറഞ്ഞാൽ 10 മാസത്തിനുള്ളിൽ തന്നെ അവർ മുടക്കുന്ന മുതൽ തിരിച്ചുവരുന്നു. പിന്നീടുള്ള 26 മാസം 3 വർഷത്തിനുള്ളിൽ തന്നെ നല്ലൊരു എമൗണ്ട് ഇങ്ങനെയും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനു വേണ്ടി റെഫറൽ ലിങ്ക് താഴെ കൊടുക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓർക്കുക, ഒരു സാധാരണക്കാരൻ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അയാളുടെ മുന്നിൽ വരുന്ന എല്ലാ അവസരങ്ങളെയും അയാൾ തട്ടിപ്പായി കരുതുകയും നല്ല അവസരങ്ങൾ വന്നാൽ അതിനെ സംശയ ദൃഷ്ടിയോടുകൂടി സമീപിക്കുകയും അതിനോട് ഒരു നെഗറ്റീവ് മനോഭാവം വെച്ച് പുലർത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ്.
ഏതൊരു അവസരവും നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. ജെനുവിൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുറപ്പുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. നാളെ തുടങ്ങാം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യട്ടെ അതിനുശേഷം തുടങ്ങാം എന്നുള്ള മനോഭാവം മാറ്റുക. നമുക്ക് ജീവിതത്തിൽ ഫിനാൻഷ്യലി വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അവസരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം. അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Vabbè, insomma, avete capito? Camperla Alessandra, Scinta Erika, Signorelli Alessandra, Rizzo Gianni, Stancio Dragos, Suraci Marco, Talò Elisabetta, Tamburini Katia, Tartaglia Massimiliano, Thomas Zanchi, Marketing LTD, Tramaglino Dario, Zampollo Daniel, Zanchelli Antonio, i nostri minatori, un applauso, il primo step!